നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് നല്ല അടിപൊളിയായിട്ട് വട്ടയപ്പം ഉണ്ടാക്കാം. ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, അപ്പോൾ കപ്പിയൊന്നും കാച്ചാതെ വളരെ പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന വട്ടയപ്പം നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന അരിയാണ് കേട്ടോ. ഇത് ഒരു 4 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർക്കാൻ ഇടുന്നതിന് മുമ്പ് ഒരു 4-5 പ്രാവശ്യം നല്ലതുപോലെ കഴുകി ഇട്ടാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിന് വെള്ളമൊക്കെ ഇങ്ങ് ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കിത് അരച്ചെടുക്കണം. വെള്ളമൊന്നും കളഞ്ഞിട്ട് വരട്ടെ. അപ്പോൾ അതാ വെള്ളം കളഞ്ഞ് അരി ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ, 1.5 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തേങ്ങ ഞാൻ എടുക്കുമ്പോൾ അധികവും നല്ല എളുപ്പ തേങ്ങയായിരിക്കും എടുക്കുന്നത്, ഒരുപാട് മൂത്ത് പോകാത്ത തേങ്ങ. അതുണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ ചേർക്കുന്നത് 1/2 കപ്പ് ചോറ്. പിന്നെ നമ്മുടെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര, ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. പിന്നെ 1/4 ടീസ്പൂൺ ഈസ്റ്റ്. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്നങ്ങ് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്നിങ്ങ് അരച്ചെടുക്കാം. രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. ആദ്യത്തെ അത് അരച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. രണ്ടാമത് അരച്ചതും ഇതിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 2-3 നുള്ള് ഏലക്കാപ്പൊടി. ഏലക്കാപ്പൊടി എന്ന് പറയുന്നത് പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളൊരു 2 ഏലക്കയുടെ കുരുവെടുത്തിട്ട് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്താൽ മതി. അതുകൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഒരു 4 മണിക്കൂറോളം ഞാനിത് പൊങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പൊങ്ങി വന്നപ്പോഴത്തേക്ക് ഈ പാത്രം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷം എന്താ ഇങ്ങനെ ഞാൻ എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു വെച്ചതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊങ്ങി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാവ് നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. കണ്ടോ, മാവ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വട്ടയപ്പത്തിന് എത്രത്തോളം മയം ഉണ്ടാകും എന്നുള്ളത് നമുക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കൊരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ആക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ 1/2 ഭാഗത്തോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അപ്പച്ചെമ്പിനകത്ത് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവുണ്ടല്ലോ അതങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഇഡലിപ്പാത്രം അങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. 15 തൊട്ട് ഒരു 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് സ്റ്റൗവ് ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ അതേ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 20 മിനിറ്റ് ആയിട്ടില്ല. നോക്കിയപ്പോഴത്തേക്ക് ഒരു ടൂത്ത് പിക്കോ ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. നമ്മുടെ വട്ടയപ്പം വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതാ വെന്തിട്ടുണ്ടോ, ഈ ഇതിൽ പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മളുടെ വട്ടയപ്പം വെന്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് വട്ടയപ്പം ഇങ്ങനെ എടുത്ത് വയ്ക്കാം. ഇനി അടുത്ത ഞാനൊരു പ്ലേറ്റിലൂടെയാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ ആ പ്ലേറ്റിലേക്കും ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ചിലപ്പം നന്നായിട്ട് പൊങ്ങി വന്നാലോ, കാരണം നമ്മുടെ മാവ് നല്ലതായിട്ട് പുളിച്ച് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ പൊങ്ങി ഇനി മേളിലേക്ക് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് 1/4 ഭാഗം മാത്രമേ ഞാൻ ഒഴിച്ചുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും അതുപോലെ തന്നെ അടച്ചു വയ്ക്കാം. അത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തു വെച്ച വട്ടയപ്പം എന്താ ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കുക. അതിങ്ങനെ സൈഡൊക്കെ ഒന്ന് മെല്ലെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം.
നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് ആ പാത്രത്തോട് ചേർത്ത് നമ്മുടെ കത്തി പിടിച്ചില്ലെങ്കിൽ വട്ടയപ്പം കാണാനായിട്ട് സൈഡൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ആ പ്ലേറ്റിൽ ഞാൻ എടുക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത്ര അങ്ങോട്ട് അത് ക്ലിയറായിട്ട് വന്നില്ല. ഞാൻ ആ കത്തി സൂക്ഷിച്ചത് പിടിക്കാഞ്ഞത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്നിട്ട് അതുപോലെ കൈകൊണ്ട് തട്ടി കൊടുക്കുമ്പോൾ ഇതിങ്ങ് ഇളകിപ്പോരും. ഇനി നമുക്കിതിനെ ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്കത് മുറിച്ചെടുക്കാം. അതെ കണ്ടോ, നല്ല സൂപ്പറായിട്ടില്ലേ നമ്മുടെ വട്ടയപ്പം. നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ ചെറിയോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വെച്ചിട്ട് നട്ട്സോ ഒക്കെ വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി, നമ്മുടെ ഫോട്ടോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം 1-2 കളറിൽ ടൂട്ടി ഫ്രൂട്ടി ഇതാ അവിടെ എവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഇതേ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ സൂപ്പർ വട്ടയപ്പം റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ഇഷ്ടമുള്ള, നമ്മുടെ ആവശ്യാനുസരണം എത്ര വലുപ്പത്തിലാണ് നമുക്ക് വേണ്ടത് അനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. കണ്ടോ, കത്തിയൊക്കെ അങ്ങ് താന്ന് പോവുകയാണ്, അത്രത്തോളം സോഫ്റ്റാണിത്. നല്ല കിടിലൻ രുചിയാണ് കേട്ടോ. പിന്നെ മധുരമൊക്കെ നിങ്ങൾക്ക്, ഇതെനിക്ക് പാകത്തിനുള്ള മധുരം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർക്കാം. കണ്ടോ, നല്ല സൂപ്പറായിട്ടില്ലേ. ഈ കേക്ക് ടിൻ ആയതുകൊണ്ട് കുറച്ചും കൂടെ പൊക്കത്തിൽ നമുക്കത് കിട്ടി. പ്ലേറ്റിൽ കുറച്ചുകൂടെ, പ്ലേറ്റ് നമ്മുടെ സൈഡ് കണ്ടോ, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. സൈഡ് നമ്മളിങ്ങനെ കത്തി കൊണ്ട് പിടിപ്പിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിലേക്ക് നമ്മൾ കത്തി ചേർത്ത് പിടിക്കണം. അപ്പം ഈ സൈഡ് ഇങ്ങനെ ആകത്തില്ല, നല്ല കറക്റ്റായിട്ട് നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഞാനിതാ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണിത്. അപ്പോൾ നമ്മുടെ ചാനൽ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരാം. താങ്ക്